ഹലോ എവരിവൺ വെൽക്കം ടു FSR ലൈവ്. അൽവാരസ് ടു ബാഴ്സലോണ എന്നുള്ള കാര്യം ആ സ്റ്റോറി മൊത്തത്തിൽ ഓവറായിട്ടുണ്ട്, 100% ഓവറായിട്ടുണ്ടെന്നാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒഫീഷ്യലി അറിയിച്ചത്. ഓൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് കാലമായിട്ട് പറഞ്ഞാണ് അത് ദിസ് സീസൺ, ദിസ് വിൻഡോ, ദിസ് ടൈം അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം. അൽവാരസ് ടു ബാഴ്സലോണ എന്നുള്ള കാര്യം ദിസ് സീസൺ, ദിസ് വിൻഡോ, ദിസ് ടൈം അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ തുടക്കം മുതലേ പറഞ്ഞതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു താല്പര്യമില്ല ബാഴ്സലോട്ട് കൊടുക്കുന്ന കാര്യത്തിൽ. തുടക്കം മുതലേ വേറെ ആർക്ക് കൊടുത്താലും ബാഴ്സയ്ക്ക് കൊടുക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലായിരുന്നു. വേണമെങ്കിൽ ആർസനലോട്ട് പോട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞത്. ആർസനലാണെങ്കിൽ റെഡിയാണ് അൽവാരസിന് വേണ്ടിയിട്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൽവാരസ് ടു ആർസനൽ എന്നുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് വന്ന സമയത്താണ് ലപ്പോർട്ട നിലവെന്ന് പറഞ്ഞത്. ബാഴ്സലോണ പ്രസിഡന്റ് ലപ്പോർട്ട എന്ന് പറഞ്ഞു അൽവാരസിനെ കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു, വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ് വാങ്ങാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ചർച്ചയായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് പറഞ്ഞു 0% ചാൻസ് ഉള്ളൂ ബാഴ്സയിലോട്ട് പോകാനുള്ള കാര്യം. ആ ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യത 0% ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫാബ്രിസിയോ മാർക്കൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒഫീഷ്യലി അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം, ആ സ്റ്റോറി അങ്ങോട്ട് ഓവറായിട്ടുണ്ട്. അൽവാരസ് ടു ബാഴ്സലോണ എന്നുള്ള കാര്യം 100% ഓവറായിട്ടുണ്ട്. അതിന് ഇനിയൊന്നും പറയണ്ട, ഞങ്ങളെ ബോർഡ് മൊത്തത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഏകകണ്ഠേന ഒരു തീരുമാനം എടുത്ത് എന്നൊക്കെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പറയുന്നത്. അതിന് തക്കതായ ചില കാരണങ്ങളും പറയുന്നുണ്ട്. വേറെ ആർക്ക് കൊടുത്താലും ബാഴ്സക്ക് കൊടുക്കൂല എന്നുള്ള സ്റ്റാൻഡിൽ അവരിപ്പോൾ കുറച്ച് കാലമായിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ട്. പ്രധാന കാര്യം പോലെ ഇതാണ്, റൈവൽസാണ്. 2030 വരെ കോൺട്രാക്റ്റുള്ളൊരു പ്ലെയറാണ് അൽവാരസ്. ചില കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അൽവാരസിനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട അറ്റൻഡ് ചെയ്യാത്ത പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്, ട്രെയിനിങ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്യാത്ത പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികരമായ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ക്ലബിനെതിരെ ഉള്ളൊരു പ്രൊട്ടസ്റ്റാണ് എന്നൊക്കെയാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും അൽവാരസ് ടു ബാഴ്സലോണ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ 100% ഓവറായിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ് പറയുന്നത്. പൈസയുടെ കാര്യമൊന്നുമല്ല, മറ്റ് ചില കാര്യങ്ങളാണ് പ്രശ്നം എന്നാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പറയുന്നത്. ക്യാഷിൻ്റെ പ്രശ്നമല്ല. അൽവാരസിന് ഇത് ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. കാരണം അൽവാരസിന് ഇത് ഭയങ്കരമായിട്ട് മാനസികമായിട്ടും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ആ പ്ലെയറെ ഒരു എന്താ പറയുക, ഗ്രൗണ്ടിൽ വരുമ്പോൾ തന്നെ സ്വന്തം ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബാഴ്സലോണയിലോട്ട് അൽവാരസ് പോകുന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ സീസണിലും ദിസ് വിൻഡോയിലും എന്തായാലും പോസിബിൾ അല്ല. ബാഴ്സലോണയെ സംബന്ധിച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് താരങ്ങളൊന്നും സൈൻ ചെയ്യാതെ നിന്നതും ഒരു സ്ട്രൈക്കറായിട്ട്. അപ്പോൾ ബാഴ്സലോണ നന്നായിട്ട് ബാധിക്കാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. അൽവാരസ് ടു ബാഴ്സലോണ അതൊട്ടും പോസിബിൾ അല്ല. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒരു ലൂപ്പ് പോലെയാണ് ഇത് പറയുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഒഫീഷ്യലി ഇത് അത്ലറ്റിക്കോ മാഡ്രിഡ് അനൗൺസ് ചെയ്തത്. മറ്റത് ഫാബ്രിസിയോ മാർക്കൊക്കെ റിപ്പോർട്ടുകളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലി അങ്ങനെ അനൗൺസ്ഡ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബാഴ്സലോണ vs അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം ലാ ലീഗയിൽ തീ പാറും.